നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഭദ്രമായി എന്ന ഒരു വിശ്വാസമൊക്കെ ഉണ്ട്, ശരിയല്ലേ? ഏറെക്കുറെ അതിൽ വാസ്തവമൊക്കെ ഉണ്ട് കേട്ടോ. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ പഥ്യമുണ്ടെന്ന് വൈദ്യന്മാർ പറയുന്ന പോലെ തന്നെ സർക്കാരിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചില പഥ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെപ്പോലുള്ള പൊതുജനങ്ങൾ സ്ഥിരമായി ഇടപെടാറുള്ള പല കാര്യങ്ങളിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥർ മാറി നിൽക്കണം എന്നതാണ് ചട്ടം. അങ്ങനെയൊന്നും കാണുന്നില്ലെങ്കിലും പലയിടത്തും ഇങ്ങനെയുള്ള ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, സാധാരണ ജനങ്ങളെക്കാൾ മോശമായി പെരുമാറുന്ന, ചട്ടം ലംഘിക്കുന്ന നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരെ നമുക്ക് നേരിട്ട് കണ്ടു പരിചയമുണ്ട് താനും. പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടിയ 8ന്റെ പണിയാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ആധാരം. നിങ്ങൾ ജീവിതകാലം മുഴുവൻ സർക്കാരിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു. വിരമിക്കാൻ വെറും 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ നിങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു സസ്പെൻഷൻ വിരമിക്കാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയിരിക്കും? നിങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണും? 2026 മെയ് മാസത്തിൽ കേരളം ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു ഇത്. ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളാണ് കേരള മുഖ്യമന്ത്രി VD സതീശനെതിരെയുള്ള ഒരു മോശം പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിൽ സസ്പെൻഷനിലായത്. പിന്നെ അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളും അത് കണ്ടിട്ടുണ്ടാവും. അതായത് VD സതീശൻ എന്നാൽ 2 പിണറായി കൂടുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങൾ. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കറങ്ങി നടക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ചെവിയിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം അത് വിട്ടുകളഞ്ഞേക്കെന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് അതൊരു സാധാരണ പോസ്റ്റല്ല, ഒരു ന്യൂഡാണ് പോസ്റ്റ്. അത് വളരെ വലിയ ഒരു അശ്ലീല പോസ്റ്റാണ്. അത് തീർച്ചയായും മുഖ്യമന്ത്രിയെ അപമാനിക്കുന്നത് തന്നെയാണ് എന്ന വിശ്വസനീയമായ റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുത്തത്. പിന്നീട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് വളരെ മാതൃകാപരമായി ആ സസ്പെൻഷൻ പിൻവലിച്ചു എന്നത് മറ്റൊരു കാര്യം. അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ, അല്ലാതെ എന്തു പറയാൻ. പക്ഷേ ഈ സംഭവം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട ചട്ടങ്ങളെക്കുറിച്ച്, അത് മറന്നിരിക്കുന്ന അല്ലെങ്കിൽ ഉറക്കം നടിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. സർക്കാർ ജീവനക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ചില കർശനമായ നിയമങ്ങളൊക്കെ നിലവിലുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ആ നിയമങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് പലർക്കും ഇതേക്കുറിച്ച് ധാരണയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ നമ്മുടെ കേരളമല്ലേ, നമ്മുടെ നാട്ടിൽ എന്തുമാകാമെന്നൊരു വിശ്വാസം പല ഉദ്യോഗസ്ഥർക്കും ഉള്ളതുകൊണ്ട് പൊതുജനവും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്ന് തിരുത്തേണ്ടി വന്നാൽ തിരുത്താവല്ലോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നമ്മുടെ നാട്ടിലെ സിവിൽ സർവീസ് നിയമങ്ങളുടെ അടിസ്ഥാനം 1960 കേരള ഗവൺമെന്റ് സെർവൻസ് കണ്ടക്ട് റൂൾസ് ആണ്. ഇതിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, സർക്കാരിനെയോ സർക്കാരിന്റെ പോളിസികളെയോ വിമർശിക്കാൻ പറ്റുമോ ഒരു ഉദ്യോഗസ്ഥന്? ഉത്തരം ഇതാണ്, അങ്ങനെ വിമർശിക്കാൻ പാടില്ല, കർശനമായും പാടില്ല. ചട്ടം 60A പ്രകാരം ഒരു സർക്കാർ ജീവനക്കാരനും സർക്കാരിന്റെ നയങ്ങളെ പരസ്യമായി വിമർശിക്കാനോ അത്തരം ചർച്ചകളിൽ പങ്കെടുക്കാനോ പാടില്ല. 2017 ഇറങ്ങിയ ഒരു സർക്കുലർ പ്രകാരം ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയകളിലും ഈ വിലക്ക് കർശനമായി ബാധകമാണ്. നമ്മൾ സ്വന്തമായി പോസ്റ്റ് ഇടുന്നത് മാത്രമല്ല, മറ്റൊരാൾ സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ വിമർശിക്കുന്ന പോസ്റ്റുകൾ നിങ്ങളുടെ അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്യുന്നതും ഈ ചട്ടത്തിന്റെ ലംഘനമായാണ് നിയമം കാണുന്നത്. അപ്പോൾ സ്വയമായി ഒരു പോസ്റ്റ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റൊരാൾ ഇട്ട പോസ്റ്റിനെ സ്വന്തം അക്കൗണ്ടിലൂടെ ഒന്ന് ഷെയർ ചെയ്താലും ഇത് തെറ്റു തന്നെയാണ്. രണ്ടാമതായി, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ ചായ്വ് കാണിക്കാൻ പാടുണ്ടോ? ചട്ടം 67 പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമാകാനോ അവരെ സഹായിക്കാനോ പാടില്ല. സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ പങ്കുവയ്ക്കുന്നതും ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതും ഗുരുതരമായ ചട്ടലംഘനമാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും നെറ്റിയുളിക്കും. നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തകർ പലരും സർക്കാരിലെ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും. ആറ്റിങ്ങൽ പ്രിൻസിപ്പലിന്റെ വിഷയത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ച പ്രധാന പ്രശ്നവും ഇതുതന്നെയായിരുന്നു. എല്ലാവർക്കും മാതൃകയാകേണ്ട ഒരു അധ്യാപകന്റെ ഇത്തരം പോസ്റ്റുകൾ വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കും എന്നതായിരുന്നു ആ കണ്ടെത്തൽ. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പല സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്വന്തമായി യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാം പേജോ ഒക്കെ ഉണ്ട്. അവർക്ക് അതിൽ നിന്നും വരുമാനം നേടാമോ? ചട്ടം 48 പ്രകാരം സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ യാതൊരുവിധ സ്വകാര്യ വ്യാപാരങ്ങളിലോ ശമ്പളം ലഭിക്കുന്ന തൊഴിലുകളിലോ അവർ ഏർപ്പെടാൻ പാടില്ല. അതാണ് ചട്ടം. അതായത് സോഷ്യൽ മീഡിയ മോണിറ്റൈസേഷൻ വഴി നിങ്ങൾക്ക് പണം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം, എന്നിട്ടേ അതാകാവൂ. നാലാമതായി, ചട്ടം 67A പ്രകാരം യാതൊരുവിധ സാമുദായിക മതസംഘടനകളുടെയും ഔദ്യോഗിക ഭാരവാഹിയാകാൻ സർക്കാർ ഉദ്യോഗസ്ഥന് അനുവാദമില്ല. അതുപോലെ തന്നെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മതസ്പർദ്ധ വളർത്തുന്നതോ വർഗീയത നിറഞ്ഞതോ ആയ യാതൊരു പോസ്റ്റുകളും ഒരു ഉദ്യോഗസ്ഥൻ പങ്കുവയ്ക്കാൻ പാടുള്ളതല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എങ്കിലും ഒരു വ്യക്തി സർക്കാർ ഉദ്യോഗസ്ഥനാകുന്ന നിമിഷം മുതൽ അവർക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ ഒരു ലൈക്കോ ഷെയറോ മതി വർഷങ്ങളോളം നിങ്ങൾ ചെയ്ത മികച്ച സേവനത്തെയും ഭാവിയിലെ നിങ്ങളുടെ പെൻഷൻ ആനുകൂല്യങ്ങളെയും ഇല്ലാതാക്കി കളയാം. അതിനാൽ
സർക്കാർ ഉദ്യോഗസ്ഥർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ അച്ചടക്കം കാത്തുസൂക്ഷിക്കുക. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.